ഹായ് സുഹൃത്തുക്കളെ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കായിട്ട് പഠിച്ചു തുടങ്ങാൻ സമയമായോ? അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം? ഏതൊക്കെ തരം ഏത് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ പരീക്ഷ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു സിലബസ്, പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പിലേക്കുള്ള ഇൻസ്പെക്ടർമാരുടെ നിയമനമാണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്, യൂണിഫോം പോസ്റ്റാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അളവ് തൂക്ക നിർണയ വകുപ്പിലേക്ക് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകളാണല്ലേ. അപ്പോൾ അതിലേക്ക് അളവ് തൂക്കങ്ങളൊക്കെ കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ചുള്ള ലിറ്റർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ളത് ഉറപ്പ് വരുത്തുന്നതൊക്കെ ആരാണ്? ഈ പറഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാരുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്, നല്ലൊരു ജോലിയാണ്. പ്രത്യേകിച്ചും ഫിസിക്സ്, കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി ആണെങ്കിൽ, ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ, ബിടെക്കുകാർക്ക്, എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച തസ്തിക തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് നമുക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഐപ്ലസിനൊപ്പം നിന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്റ്റേറ്റ് വൈഡ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിയിരുന്നത്. 2, 3 റാങ്കും 4 റാങ്കും അതിന് പിന്നാലെയുള്ള കുറേ റാങ്കുകൾ ഐപ്ലസിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് സ്വന്തമാക്കിയത്. ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് ഇതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി 3 റാങ്കും 4 റാങ്കും കിട്ടിയവർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാരായിട്ട് അവർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങളെയും ഈ ഒരു വിജയത്തിലേക്കാണ്, ഈ ഒരു യാത്രയിലേക്കാണ്, ഈ സർക്കാർ ജോലിയിലേക്കാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഈ പടങ്ങളെല്ലാം സർക്കാർ ജോലിയിലേക്ക് എത്തിയ ആളുകളുടെ ചിത്രങ്ങളാണ്. അപ്പൊ അതിലേക്കാണ് നിങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ ഈ പോസ്റ്റിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 485/2022, അതായത് 2022 അവസാനത്തോടു കൂടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇൻസ്പെക്ടർ ലീഗൽ മെട്രോളജി ആണ് അതിന്റെ ആ പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത്. 43,400 മുതൽ 91,200 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലാണ് ഈ പറഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർക്ക് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. 36 വയസ്സാണ് ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 36 വയസ്സാണ്. റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ പരീക്ഷ നടന്നത്, ഈ 2022 വിളിച്ച ആ പരീക്ഷ നടന്നത് 2023 ജൂണിലാണ്. 2023 ജൂണിലാണ് ഈ പരീക്ഷ നടന്നത്. കട്ട് ഓഫ് എത്രയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ കട്ട് ഓഫ് 43.33 മാർക്ക് മാത്രമായിരുന്നു. 50 മാർക്ക് പോലും പോയിട്ടില്ല. 43 മാർക്കായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. പക്ഷെ 43 മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ആവില്ല. നമ്മൾ നല്ല റാങ്ക്, നല്ല സ്കോർ നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യ സെറ്റ് ഓഫ് അഡ്വൈസുകളിൽ ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അന്നത്തെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് 2 വേക്കൻസികളാണ്. നിലവിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷന്റെ ഒരു വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ക്വാളിഫിക്കേഷൻ? ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു സംശയമാണ്, എന്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ്. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ BSc മതി. BScയിൽ പക്ഷെ എന്ത് പഠിച്ചിരിക്കണം? ഫിസിക്സ് വേണം. അപ്പൊ BSc ബിരുദക്കാർക്ക്, നിങ്ങളിപ്പോ BSc കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ സബ്ജക്റ്റിൽ എന്തുണ്ടായിരിക്കണം? ഫിസിക്സ് കൂടെ ഉണ്ടായിരിക്കണം. BSc ഫിസിക്സുകാർക്ക് എന്താണെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലാതെ മറ്റേ ഏത് BSc ഡിഗ്രി എടുത്ത ആളുകളാണെങ്കിലും ഫിസിക്സ് നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഏത് ബിടെക് ബ്രാഞ്ചുകാർക്കും ഏത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം? ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ. നമ്മുടെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടല്ലോ, പോളിടെക്നിക് ഡിപ്ലോമ. പക്ഷെ അവർക്ക് എന്ത് വേണം? അതിനുശേഷം ഈ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ ശേഷം ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ വേണം. എങ്കിലേ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിപ്ലോമക്കാർക്ക് അത് വെച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേ ഫീൽഡിലുള്ള നിങ്ങൾ ഏത് ഡിപ്ലോമ, ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചതെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെയുള്ള 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും കുഴപ്പമില്ല, ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് കൂടാതെ ലീഗൽ മെട്രോളജി വകുപ്പിൽ തന്നെ താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് ഇൻ മലയാളം. അപ്പൊ മലയാളത്തിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്നുള്ളതും ഒരു നിബന്ധനയാണ്. ഇനി എന്താണ് സിലബസ്, എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്? അപ്പൊ നമ്മൾ കണ്ടു, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43 മാർക്കായിരുന്നു. അപ്പോൾ ഒരുപാട് കട്ട് ഓഫ് മേളിലേക്ക് പോയിട്ടില്ല. ഏതാണ്ട് 100ഓളം പേരെ അടുപ്പിച്ച് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു താനും. അപ്പൊ എന്താണ് ഇത് സിലബസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ സിലബസ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം. 10 മാർക്കിന്
ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ബേസിക്സ് ആണ്. അത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് ഒക്കെ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. ഓൾറെഡി ഈ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 മാർക്കിനുണ്ട്. ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വലി നമ്മുടെ PSCയുടെ ജനറൽ PSCയിൽ കാണുന്ന ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ല, വ്യത്യാസമുണ്ട്. IT സെക്യൂരിറ്റിയും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. MS ഓഫീസും ഒക്കെ പഠിക്കാനുണ്ട്. കെമിസ്ട്രി 30 മാർക്ക്. കെമിസ്ട്രിയുടെ ഒരുപാട് സിലബസ് ഇത്തിരി വാസ്റ്റ് ആണ്. അപ്പോൾ അത് 30 മാർക്കിന്റെ സിലബസ് കെമിസ്ട്രി ഉണ്ട്. ഫിസിക്സ് 30 മാർക്കിന് പഠിക്കാനുണ്ട്. അവസാനമായിട്ട് മാത്തമാറ്റിക്സും 20 മാർക്കിന് പഠിക്കാനുണ്ട്. വളരെ കൃത്യമായിട്ട് ഓരോ ഡിവിഷൻ, ഓരോ ഈ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ഇപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ 2 മാർക്ക് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ സബ്ജക്റ്റുകളുണ്ട്. ഇപ്പൊ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 3 മാർക്ക്, അതായത് 3 ചോദ്യം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരും. പിന്നെ മെട്രിക്സ്, ഡിറ്റർമിനന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഗതികൾ മാത്തമാറ്റിക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള സിലബസ്. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് I+ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് 2 വേക്കൻസികൾ മാത്രമാണ് നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. 2024 ഏപ്രിലിൽ എന്ത് വന്നു, ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 16 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു. 16 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 2027 ഏപ്രിൽ വരെ ഇതിന്റെ കാലാവധി ഉണ്ട്. അപ്പൊ ഇനിയാണ് നമ്മൾ എന്താണ് ഇത് എന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം 2027 ഏപ്രിൽ അപ്പോഴത്തെ PSCയുടെ നിയമരീതി അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്ന ഉടനെ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ 2027 ഏപ്രിൽ ആകുമ്പോഴത്തേന് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഈ പ്രോസസ്സ് എല്ലാം കൂടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 2023 ജൂണിൽ നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ഏപ്രിൽ, ഏതാണ്ട് 1 വർഷത്തോളം എടുക്കും. ദാറ്റ് മീൻസ് 2026 ഈ പരീക്ഷ നടന്നെങ്കിൽ മാത്രമേ 2027 അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ 2026 ഈ പരീക്ഷ നടക്കണമെങ്കിൽ ഈ 2025 തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ്ങിലെങ്കിലും നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും നിങ്ങളെ I+നൊപ്പം ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയിൽ I+നൊപ്പം നിന്ന് ഉയർന്ന റാങ്കുകൾ നേടി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ പ്രവേശിച്ച കുട്ടികളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതേ ഒഴിവുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് താഴെയുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നന്നായിട്ട് പഠിക്കുക. നല്ലൊരു പവർഫുൾ ജോലി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.